മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയാണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അലീനയെ കാണാൻ ബാലചന്ദ്രൻ്റെ സമ്മതം വാങ്ങി ബബിതയും കൃഷ്ണജയും അതുപോലെ രോഹിത്തും കൂടെ അലീനയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അലീനയോട് വിളിച്ച് പറയുന്നുണ്ട്, ബബിത ചേച്ചിയെ കാണാൻ ഇന്ന് ഞങ്ങൾ വരുന്നുണ്ട്, അവിടേക്കുള്ള ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലീന ലൊക്കേഷനെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. വളരെ നേരത്തെ നീച്ച് കൃഷ്ണജയും ബബിതയും രോഹിത്തും അലീനയെ കാണാൻ പോകാനുള്ള ധൃതിയിലാണ്. ആ സമയത്ത് വൈജയന്തി അവരോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും തിരക്കിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ആ സമയത്ത് ബബിത പറയും, ഞങ്ങൾ അലീന ചേച്ചിയെ കാണാൻ പോവുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, നിങ്ങൾ ഇവിടുന്ന് ആരും എവിടേക്കും പോകുന്നില്ല, അവളെ ഒന്നും ഇനി കാണാൻ പോവണ്ട, ഇനി അഥവാ നിങ്ങൾ കാണാൻ പോയ അവളുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്ന് പറയാണ്. പക്ഷേ വൈജയന്തിയെ എതിർത്തുകൊണ്ട് ബബിതയും കൃഷ്ണജയും അതുപോലെ രോഹിത്തും പോകുന്നുണ്ട്. അങ്ങനെ ഇവർ വരുന്നുണ്ട് എന്നറിഞ്ഞ സന്തോഷത്തിലാണ് അലീന. അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കുകയാണ് അലീന. ഇങ്ങനെ അവർ കൊട്ടാരം മറ്റത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്നും ബബിതയും കൃഷ്ണജയും രോഹിത്തും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയ ശേഷം ബബിത പറയുന്നുണ്ട്, ഇത്രയും വലിയ വീട്ടിലാണോ ചേച്ചി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, ഇതന്നെയല്ലേ ചേച്ചി നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നത്. കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അലീന അകത്ത് നിന്നും പുറത്തോട്ടേക്ക് വരും. ആ സമയത്ത് ഇവർ അകത്തോട്ടേക്ക് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ അലീന അവരോട് പറയും, അകത്തോട്ടേക്ക് കയറി വാ എന്ന് പറയാണ്. അങ്ങനെ അവർ 3 പേരും അകത്തോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ബബിത ചോദിക്കും, അലീന ചേച്ചി ഇവിടെ ഒരുപാട് ജോലി ചേച്ചിക്ക് ചെയ്യേണ്ടി വരില്ലേ, ഇത്രയും വലിയ ബംഗ്ലാവിലാണോ ചേച്ചി നിൽക്കുന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് അലീന പറയും, വലിയ ജോലിയൊന്നുമില്ല, ഇവിടെ ചെറിയ ചെറിയ ജോലികൾ മാത്രം ചെയ്യും, ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്, അവരാണ് എല്ലാം ചെയ്യുന്നത്, എനിക്ക് വെറുതെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും, അത്രമാത്രം എന്ന് പറയാണ്. ഇനി അലീന അവരെയും കൊണ്ട് അകത്തോട്ടേക്ക് പോയ ശേഷം അവർക്ക് ചായയും പലഹാരങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ആ സമയത്ത് രോഹിത് ചോദിക്കും, ഈ വീട്ടിൽ വേറെ ആരുമില്ലേ ചേച്ചി, ഞങ്ങൾ വന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, എല്ലാവർക്കും നിങ്ങൾ വന്ന് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവും, ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അലീന പറയും, പപ്പ പുറത്തു പോയതാണ്, ഇപ്പോൾ വരും, വന്നതിന് ശേഷം നമുക്ക് പപ്പയെ പരിചയപ്പെടാം എന്ന് പറയണേ. ആ സമയത്ത് ബബിത ചോദിക്കും, പപ്പയോ, അതെന്താ അങ്ങനെ വിളിക്കുന്നത്, ഇവിടെയുള്ള സാറിനെ പപ്പ എന്നാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, അല്ല മോളെ, എൻ്റെ യഥാർത്ഥ പപ്പ തന്നെയാണ്, അപ്പോൾ ഞാൻ പപ്പ തന്നെയാണ് വിളിക്കാറ് എന്ന് പറയണേ. അലീന ചേച്ചിയുടെ യഥാർത്ഥ പപ്പയോ എന്ന് ചോദിക്കുകയാണ് ബബിത. അതെ, എൻ്റെ യഥാർത്ഥ പപ്പ എന്ന് പറയണേ. ഇത് കേൾക്കുന്ന കൃഷ്ണജയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അതായത് കൃഷ്ണജയുടെ അമ്മ സ്നേഹിച്ചിരുന്ന അയാളെക്കുറിച്ചല്ലേ ഈ അലീന ചേച്ചി പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ബബിത പറയുന്നുണ്ട്, എങ്കിൽ പപ്പയെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്, എനിക്കൊന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, വല്ലാതെ പരിചയപ്പെടേണ്ട, പപ്പയ്ക്ക് കുറേ കർശനങ്ങളുണ്ട്, എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, അങ്ങനെ പല തരത്തിലുള്ളതാണ്, അതെല്ലാം കുറേശ്ശെ ആയിട്ട് മാറ്റിയെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറയണേ. ആ സമയത്ത് രോഹിത് പറയും, അലീന ചേച്ചിയുടെ കൂടെ ആര് നിന്നാലും അവർ മാറും, അത് ഉറപ്പല്ലേ, അതിന് തെളിവല്ലേ ഞാൻ എന്ന് പറയണേ. അത് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അലീന പറയും, പപ്പ വന്നെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ അലീന അവരെയും കൊണ്ട് സ്റ്റാൻലിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീനയോട് സ്റ്റാൻലി ചോദിക്കും, ഇതാരാണ് നീ പറഞ്ഞ നീ നിന്ന വീട്ടിലെ മക്കളാണോ എന്ന് ചോദിക്കണേ. ആ സമയത്ത് അലീന പറയും, അതെ, ഇതാണ് അവർ. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ സ്റ്റാൻലിക്ക് അവരെ കാണുമ്പോൾ വലിയ സ്നേഹമോ ഒന്നും തോന്നത്തില്ല, ഒരു ഗൗരവത്തിൽ തന്നെ ആയിരിക്കും. അതിന് സ്റ്റാൻലി പറയും, ഞാൻ ഒന്ന് പോയി വിശ്രമിക്കട്ടെ, ഞാൻ നല്ല ടയേർഡായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും. ആ സമയത്ത് ബബിത ചോദിക്കും, അലീന ചേച്ചിയുടെ പപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആണില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, പാവാണ്, ആ സ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ, മനസ്സ് നല്ല ശൂന്യമാണെന്ന് പറയണം. പിന്നീട് ബബിത പറയും, എനിക്ക് വീടും പരിസരവും എല്ലാം കാണണം അലീന ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ അലീന പറയും, എങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് ഫുള്ളും അലീനയും ബബിതയും കൃഷ്ണജയും രോഹിത്തും നോക്കുകയാണ്. ആ സമയത്ത് ബബിത അവിടെയുള്ള ഒരു മുറിയിൽ കയറുന്നുണ്ട്. മുറിയിൽ കയറിയ ബബിത അവിടെയുള്ള ഒരു ഡയറി എടുത്ത് നോക്കുകയാണ്. ആ ഡയറിയിൽ ഒരു ആൽബവും ഉണ്ട്. ഡയറിയിൽ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ആൽബമാണ് ബബിത തുറന്നു നോക്കുന്നത്. ബബിത ആ ആൽബം തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഫോട്ടോ കണ്ടുകൊണ്ട് ഞെട്ടുന്നുണ്ട്. ഇത് അമ്മയെ പോലെയുള്ള സ്ത്രീ തന്നെയല്ലേ ഇയാളുടെ കൂടെ നിൽക്കുന്നതെന്ന് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്.
ആ സമയത്ത് ഇത് അലീന ചേച്ചിക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാം എന്ന് കരുതി മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ബബിതയുടെ കയ്യിൽ നിന്നും സ്റ്റാൻലി ആ ആൽബം വാങ്ങുന്നുണ്ട്. ഈ ആൽബവുമായി നീ അങ്ങോട്ടേക്കാണെന്ന് സ്റ്റാൻലി ചോദിക്കും. എൻ്റെ മുറിയിൽ ആരോട് ചോദിച്ചിട്ടാണ് നീ കയറിയതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് ബബിതയോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് പേടിച്ചുകൊണ്ട് ബബിത പറയും, സോറി അങ്കിളെ, ഞാൻ അറിയാതെ കയറിപ്പോയതാണെന്ന് പറയും. ആരും എൻ്റെ മുറിയിലും എൻ്റെ സാധനങ്ങളുമൊന്നും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും ബബിതയോട്. ബബിത കരഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് അലീന ചോദിക്കും, എന്തിനാ ബബിത നീ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബബിത പറയും, എന്നെ ചേച്ചിയുടെ പപ്പ വഴക്ക് പറയാണ്. അപ്പോൾ എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് അലീന ചോദിക്കും. ആ സമയത്ത് ബബിത പറയും, ഞാൻ ആ മുറിയെല്ലാം നോക്കുന്ന സമയത്ത് എനിക്ക് ആ മുറിയിൽ നിന്നും ഒരു ആൽബം കിട്ടി. ആ ആൽബത്തിൽ കണ്ട ഫോട്ടോ വെറും അമ്മയെ പോലെ തന്നെയുള്ള സ്ത്രീ. ആ സ്ത്രീയുടെ കൂടെ അലീന ചേച്ചിയുടെ പപ്പയും നിൽക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയും ബബിത, നമ്മളുടെ അമ്മയുടെ അതേപോലെ തന്നെ അമ്മയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ തന്നെയാണ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ്ണജയ്ക്കും അലീനയ്ക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പറയും, നിനക്ക് ആൾ മാറിയതായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് ബബിത പറയും, അല്ല, വെറും നമ്മളുടെ അമ്മ തന്നെ, അമ്മയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ തന്നെ അതേപോലെ തന്നെ ഉണ്ടെന്ന് പറയും. അലീന പറയും, അതെല്ലാം നീ പോട്ടെ, നമുക്ക് വേറെ എന്തെല്ലാം പരിപാടികളുണ്ട് അതെല്ലാം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും കൂട്ടി അവർ അവിടെയെല്ലാം കാണാൻ ഇറങ്ങും. എന്നിട്ടും ബബിതയുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും, അമ്മയെപ്പോലെ തന്നെ ഇനി അമ്മ തന്നെയാണോ എന്നുള്ള സംശയത്തിലാണ് ബബിത. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.